നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് ഏവർക്കും സ്വാഗതം. നിതീഷ് കുമാറിനെയും ജെഡിയുവിനെയും സംബന്ധിച്ച് മുന്നണി മാറ്റം ഒരു പുതിയ കാര്യമല്ല. അധികാര രാഷ്ട്രീയത്തിനൊപ്പം സഞ്ചരിക്കുന്ന നിതീഷ് തന്റെ കസേരയ്ക്ക് ഇളക്കം തട്ടുമെന്ന് തോന്നിയാൽ നിമിഷങ്ങൾക്കകം മറുകണ്ഠം ചാടുന്ന കാഴ്ചയാണ് അടുത്തിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ മഹാഗഠബന്ധൻ ബന്ധം ഉപേക്ഷിച്ച് NDA ക്യാമ്പിലേക്ക് ചേക്കേറിയിരിക്കുകയാണ് നിതീഷ്. കഴിഞ്ഞ 10 വർഷത്തിനിടെ 4 തവണയാണ് നിതീഷ് മുന്നണി മാറിയത്. ഓരോ തവണയും മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെടാതിരിക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ ശേഷിക്കവെയാണ് ഇന്ത്യ സഖ്യത്തെ വിമർശിച്ച് നിതീഷ് കുമാറും പാർട്ടിയും NDAയിലേക്ക് കൂറുമാറുന്നത്. 10 വർഷം മുൻപ് ഇതേപോലൊരു ഘട്ടത്തിലും നിതീഷ് കളം മാറ്റി ചവിട്ടിയിരുന്നു. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപായിരുന്നു സംഭവം. അന്ന് നിതീഷും പാർട്ടിയും NDAയിലായിരുന്നു. നരേന്ദ്രമോദിയെ BJPയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ നിതീഷ് മുന്നണി ബന്ധം ഉപേക്ഷിച്ചു. JDU മതേതരത്വത്തിന് വേണ്ടി നിലകൊള്ളുന്നു എന്ന വാദം ഉയർത്തിയത് നിതീഷ് ആയിരുന്നു. മോദിയെ രൂക്ഷമായി വിമർശിച്ചാണ് 2013 NDA വിട്ടത്. തുടർന്ന് 2015 ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് താൻ പ്രധാന എതിരാളിയായി കണ്ടിരുന്ന ലാലു പ്രസാദിന്റെ രാഷ്ട്രീയ ജനതാദളും കോൺഗ്രസുമായി ചേർന്ന് മഹാഗഠബന്ധൻ സഖ്യം രൂപീകരിച്ച് അധികാരം പിടിച്ചു. 2 വർഷം കഴിഞ്ഞ് 2017 ലാലു പ്രസാദിന്റെ വീട്ടിൽ അഴിമതി കേസിൽ CBI റെയ്ഡ് വന്നപ്പോൾ ലാലുവുമായി തെറ്റിപ്പിരിഞ്ഞ നിതീഷ് സഖ്യം ഉപേക്ഷിച്ച് വീണ്ടും NDAയിലേക്ക് എത്തി. തുടർന്ന് BJP പിന്തുണയോടെ വീണ്ടും മുഖ്യമന്ത്രിയായി. 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിലും NDAയ്ക്കൊപ്പം ചേർന്ന് നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായി. എന്നാൽ 2 വർഷങ്ങൾക്ക് ശേഷം BJP മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യമിടുകയാണെന്ന് സംശയം വന്നപ്പോൾ അദ്ദേഹം വീണ്ടും NDA വിട്ടു. 2022 RJDയുമായി വീണ്ടും സഖ്യമുണ്ടാക്കിയ നിതീഷ് വീണ്ടും മുഖ്യമന്ത്രിയാവുകയും ചെയ്തു. തുടർന്ന് പ്രതിപക്ഷ കക്ഷികളുമായി ചേർന്ന് ഇന്ത്യ സഖ്യം രൂപീകരിച്ചതിന് തൊട്ടു പിന്നാലെയാണ് വീണ്ടും NDAയിലേക്ക് നിതീഷ് ചേക്കേറുന്നത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ഇന്ത്യ മുന്നണിയുടെ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് നിതീഷിന് വീണ്ടും മനം മാറ്റം വന്നത്. കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനമാണ് JDU നേതാക്കൾ ഉയർത്തുന്നത്. ഇന്ത്യ സഖ്യത്തിന്റെ നേതൃസ്ഥാനം കട്ടെടുക്കാനാണ് കോൺഗ്രസ് ശ്രമിച്ചത്. ഖാർഗെയെ ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കണമെന്ന മമതാ ബാനർജിയുടെ അഭിപ്രായത്തിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്നും JDU നേതാവ് KC ത്യാഗി ആരോപിച്ചു.